ശ്രീ വി എസ് സുനിൽകുമാറുമുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ വി എസ് സുനിൽകുമാർ, ഇപ്പോൾ ചൊവ്വാഴ്ച CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡൽഹിയിൽ ചേരുന്നു. അപ്പോൾ കാര്യങ്ങൾ കൈവിടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുന്നണി ഒറ്റക്കെട്ടായി ഉടൻ നീങ്ങില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഈ 1-ാം തീയതി എക്സിക്യൂട്ടീവ് കൂടുന്നവർ എനിക്കറിയില്ല. പിന്നെ ഇത് പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു മുന്നണി തകർച്ചയിലേക്കോ മുന്നണി ഇല്ലാതാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചർച്ചയായിട്ട് നിങ്ങൾ ആരും കരുതണ്ട. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മുന്നണിയാണ്. അത് വെറുതെ ഒരു അധികാരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നണിയല്ല. അധികാരമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അത് അതിന്റെ ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ CPIക്കോ CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു വ്യക്തി വിചാരിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വിചാരിച്ചാലോ കഴിയുന്ന കാര്യമല്ല. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ പോളിസിയുടെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള ഒരു മുന്നണിയാണ്. അപ്പൊ ആ മുന്നണിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടനാപരമായിട്ട് അതിന്റെ മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കങ്ങൾ ഉണ്ടാവും. ആ തർക്കങ്ങൾ അതിന്റെ രാഷ്ട്രീയത്തെയോ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയോ അത് ഉലയ്ക്കുമെന്നോ അത് ബാധിക്കുമെന്നൊന്നും ആരും പ്രാഥമികമായി പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോ ഈ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ പലപ്പോഴും ഇതുപോലെയുള്ള പല തർക്കങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ ശേഷി CPIക്കും CPM-നും ഉണ്ട്. അപ്പൊ അത് ആ നിലയിൽ തന്നെ പോകുമെന്ന് മാത്രം കരുതിയാൽ മതി. അല്ലാതെ ഇപ്പോ സെപ്റ്റംബർ 1-ാം തീയതി കൂടി എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വ്യാഖ്യാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ വരുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ശരി ശ്രീ സുനിൽകുമാർ, ഇപ്പോൾ അന്നത്തെ ആ തീയതി, ആ ദിവസം എന്നുള്ളത് മാറ്റിവെക്കൂ. അന്ന് ചർച്ച നടക്കുമെന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ്, ഡൽഹിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് പറയേണ്ടത്, ഇപ്പോൾ പിണറായി വിജയനെ അറുത്തുമുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിൽ CPM മറിച്ചൊരു ആലോചനയിലേക്ക് കടക്കുമോ? നമ്മുടെ സമീപകാലത്തൊന്നും അത്തരം തീരുമാനങ്ങൾ ഉണ്ടായതായി നമ്മുടെ മുന്നിലില്ല.